ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരു കിറ്റ് ഒന്ന് കാണിക്കാം. ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു കിറ്റ്, ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരു കിറ്റ് ഒന്ന് സെറ്റാക്കി കാണിക്കാം. ബേസിക് ആയിട്ട് എന്തൊക്കെ നമുക്ക് വേണം, ഞാൻ ഭയങ്കരമായിട്ടല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. ബിഗിനറിന് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ഹലോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടക്കം തന്നെ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തപ്പം എനിക്ക് ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് നല്ല കമന്റ്സ് ഒക്കെ അതിന്റെ ബേസിൽ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൂടി വരികയാണ്. സോ പാഷനിൽ നിന്ന് എനിക്ക് ഇവിടം വരെ എത്താമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതിന് എനിക്ക് ഭയങ്കരമായ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാന് ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ജ്വല്ലറി മേക്കിങ്ങിന്റെ വീഡിയോസ് ഇടുമ്പോഴെല്ലാം കുറച്ച് കമന്റ്സ് എന്റെ ഏതൊരു വീഡിയോയ്ക്കും ഇതൊരു കോമൺ കമന്റ് ആയിട്ട് വരുന്നതാണ്. ഞാൻ ഏതൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇട്ടാലും അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, ഈ ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരു കിറ്റ് ഒന്ന് കാണിക്കാമോ, അല്ലെങ്കിൽ ബേസിക് ലൈക് ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു കിറ്റ്, ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒരു കിറ്റ് ഒന്ന് സെറ്റാക്കി കാണിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, കമന്റ്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും എനിക്കത് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ലായിരുന്നു. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനൊരു ആപ്റ്റ് ടൈം ഇപ്പോഴാണെന്ന് തോന്നി. സോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജ്വല്ലറി മേക്കിംഗ് കിറ്റ്. ബിഗിനേഴ്സിന് നല്ല ഒരു ബേസിക് കിറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇത് തുടങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് തുടങ്ങണം, അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് എന്റെ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കിറ്റായിട്ട് മീൻസ് ഞാൻ ഇതൊരു ബോക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ബേസിക് ആയിട്ട് എന്തൊക്കെ നമുക്ക് വേണം, ഞാൻ ഭയങ്കരമായിട്ടല്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ഒരു ബിഗിനറിന് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേസിക്, അതായത് ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, ബട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ അതല്ല, ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവരുടെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ്ട് ഇത് ഐറ്റമാണ്. ഇതിന്റെ കൂടെ ഒരു ഐറ്റവും കൂടെ വരും, ബട്ട് അത് ഞാനത് മേടിച്ചിട്ടില്ല. പകരം ഞാൻ യൂസ് ചെയ്യേണ്ടതാണ്ട് ഇതുപോലത്തെ കട്ടറാണ്. അപ്പം സോ എനിക്കിത് യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ. ഇത് നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കട്ടർ ആയതുകൊണ്ട് ഞാൻ ഇത് കൂടെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 3 പീസ് ഒരു സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 200 സംതിങ് 300-നകത്തായിട്ടാണ് വരുന്നത്. ബട്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ഞാനിവിടെ ലോക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചായിരുന്നു. അന്ന് എനിക്ക് ഇത് ഒരു പീസിനെങ്ങാണ്ട് ഇത് ഒരെണ്ണം 65 സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങുന്ന ടൈമില്. ഞാനിപ്പോ മേടിച്ചിട്ട് ഏതാണ്ടൊരു 1.5 വർഷത്തോളമായി. കാരണം ഇത് കണ്ട ഇതിന്റെ തുരുമ്പൊക്കെ എടുത്തിരിക്കുന്ന കണ്ടില്ലേ. അപ്പം അത്രയും ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റൗണ്ട് നോസും ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റ് നോസും ആണ്. ഞാൻ അതിന്റെ ഫോട്ടോസ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് സൈഡിൽ ഷെയർ ചെയ്തിരിക്കാം. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ വേണം, കാരണം ഇത് നിങ്ങൾക്ക് ഉപയോഗം വരുന്നൊരു ഐറ്റം ആണ്. പിന്നെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടുന്നത്, ഞാൻ കൂടുതലും ഇൻവിസിബിൾ ചെയിൻ ജ്വല്ലറി മേക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന സാധനമാണ് ദാണ്ടെ ഈ ഗിയർ വയർ. ആക്ച്വലി ഇത് ഗിയർ വയർ ആണ്. ഗിയർ വയർ പോലിരിക്കുന്ന ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങൾ പോയി മേടിക്കുമ്പം അത് പറഞ്ഞു തന്നെ മേടിക്കണം. ഇതാണ് ഗിയർ വയർ. ഈ ഗിയർ വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒടിയത്തില്ല. ഇത് ജസ്റ്റ് നമ്മളിത് എങ്ങനൊക്കെ ചെയ്താലും ഇത് ഒടിയത്തില്ല. കണ്ടില്ലേ,
ഇതിങ്ങനെ തന്നെ ഇരിക്കും. ബട്ട് മറ്റേ വയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വളയ്ക്കുന്നു ആ ഷേപ്പിലിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി തന്നെ മേടിക്കണം. ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ ഗിയർ വയർ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം ചിലപ്പം വരാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ ഗിയർ വയർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പ് വയസ്സ് എനിക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഞ്ചോ സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരൊറ്റ സൈസേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളിത് വാങ്ങുമ്പോൾ സൂക്ഷിച്ച് തന്നെ വാങ്ങണം. ഗിയർ വയർ ഇതതിൻ്റെ സിൽവർ കളറും ഇത് വന്നിട്ട് ഗോൾഡൻ കളറും ആണ്. ഇനി ഇതിൻ്റെ കോപ്പർ കളറും ഉണ്ട്, അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ബട്ട് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തില്ല. സോ ഇങ്ങനെ പല കളർ ഷെയ്ഡിലുള്ളതുണ്ട്, കളർ ഷെയ്ഡ് വരുന്നതും ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഗിയർ വയർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഞാനിതും ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചതാണ്. അപ്പൊ എനിക്കായത് ഇതിന് ഒരെണ്ണത്തിന് 65-75 സംതിങ് റുപ്പീസ്, 65 or 50, 50-നും 60-70-നും ഇടയ്ക്ക് നിൽക്കും. അപ്പം എനിക്ക് കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പം ഇത് ഒരു പീസിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഗിയർ വയർ മേടിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് മേടിക്കേണ്ട ഒരു ഐറ്റം ആണ് ഗിയർ ലോക്ക്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് ആ ഐറ്റം, ഗിയർ ലോക്ക്. ഈ ഗിയർ ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ മാലയുടെ എൻഡ്സ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഗിയർ ലോക്ക് എന്ന് വന്നേക്കുന്നത്. ഇത് സിൽവർ ഷെയ്ഡിലും ഇത് അവൈലബിൾ ആണ്, ഗോൾഡൻ ആൻഡ് സിൽവർ ഷെയ്ഡാണ് അവൈലബിൾ. ഇത് വന്നിട്ട് ഒരു പാക്കറ്റിന്, ഇതിപ്പം ഞാൻ കുറച്ച് വലിയ പാക്കറ്റായിട്ട് മേടിച്ചതായിരുന്നു. അപ്പം ഞാനിത് മേടിച്ചപ്പോൾ അങ്ങാണ്ട് 30 റുപ്പീസോളമായി. ഇത് കുഞ്ഞ് പാക്കറ്റ് ഉണ്ട്, 10 രൂപയ്ക്ക് കിട്ടും ഗിയർ ലോക്ക്. അപ്പൊ ഗിയർ ലോക്ക്, ഗിയർ വയർ മേടിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഗിയർ ലോക്കും കൂടെ അതിൻ്റെ കൂടെ തന്നെ മേടിക്കണം. അപ്പൊ ഞാനിപ്പോൾ 3 എണ്ണമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒന്ന് നമ്മൾ പ്ലേയേഴ്സ് പരിചയപ്പെടുത്തി തന്ന്, ഗിയർ ലോക്ക് പരിചയപ്പെടുത്തി തന്ന്, ഗിയർ വയർ പരിചയപ്പെടുത്തി തന്നു. അപ്പൊ 3 എണ്ണമായി. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ജംറിങ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഇരിക്കും ഈ ഒരു കുഞ്ഞി. അപ്പം ഈ ജംറിങ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ലോക്കിന്റെ എൻഡ്സ് നമുക്കിപ്പം നമുക്ക് ഇത് കൊളുത്തിടണമല്ലേ. അപ്പൊ ആ കൊളുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗിയർ ലോക്ക് ഈ ഗിയർ വയറിന്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ ഒരു ജംറിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ലോക്ക് ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് അതിന്റെ കൊളുത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ ജംറിങ് യൂസ് ചെയ്യുന്നത്. ഞാൻ മാലയുടെ കേസിലാണ് ഇത് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കമ്മലിന് ജോയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മാലകൾ തമ്മിൽ ജോയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു കണക്റ്റിംഗ് പോലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ജംറിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊളുത്തുകൾ യൂസ് ചെയ്യണം. അപ്പൊ നമുക്കിതിന് യൂസ് ചെയ്യണ കൊളുത്തുകൾ എന്ന് പറയുമ്പം ഇതാണ്. ഇതിനെ അലിഗേറ്റർ ഹുക്ക് അല്ലെങ്കിൽ ഫിഷ് ഹുക്ക് എന്നൊക്കെ പറയും. അതാണ് ഈ ഒരു ഐറ്റം. ഇതിന് വന്നിട്ട് പ്രൈസ് വരുന്ന ഒരു പീസിന് ഞാൻ 2 രൂപ വെച്ചിട്ടാണ് ഞാൻ ഇതൊരു പീസ് ഞാൻ മേടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹുക്കാണ്, വേറൊരു ഹുക്കാണ് ഇത്. അപ്പം ഞാൻ കൂടുതലും സെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഹുക്കാണ് യൂസ് ചെയ്യണത്. അല്ലാതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഹുക്സ് ആണ് യൂസ് ചെയ്യണത്. കാരണം ഇത് നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു പീസിന് 8 രൂപയാണ് കേട്ടോ. ഞാൻ മേടിക്കുന്ന ഇവിടെ 8 രൂപയാണ്. ഇതിൽ കുറഞ്ഞ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇവിടുന്ന് ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് 8 രൂപയാണ് കിട്ടുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലോക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതുകൊണ്ടൊരു യൂസ് ഉള്ളൂ. സോ അത് ചെയ്യാനായിട്ട് നമുക്ക് ഷോപ്സിൽ കുറെ അവൈലബിൾ ആയിട്ട് കുറെ ചാൻസുകളുണ്ട്. അപ്പൊ അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം എന്നുള്ള രീതിക്ക് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് കുന്തൻ സ്റ്റോൺസുകൾ യൂസ് ചെയ്യാം. ഈ കുന്തൻ സ്റ്റോൺസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ, ഇപ്പൊ ഞാൻ എന്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അതിനകത്ത് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ഈ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഈ സാധനങ്ങൾ നമുക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഷീറ്റ് വേണം. ഇതിന് പറയുന്ന പേരാണ്, ഇതിന്റെ പേരെന്തായിരുന്നു? ഓക്കെ. അപ്പൊ ഇതിന് പറയുന്ന പേരായിരുന്നു ഗ്ലാസ് ഷീറ്റ്. ഇത് ഞാൻ യൂസ് ചെയ്തതായതുകൊണ്ടാണ് ഇത്ര ഇരിക്കുന്നത്.
അപ്പൊ ഇതൊരു A4 സൈസ് ഷീറ്റിൽ കിട്ടും, ഗ്ലാസ് ഷീറ്റ്. ഈ ഗ്ലാസ് ഷീറ്റിലേക്കാണ് നമ്മൾ ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസുകൾ നമ്മൾ ഷേപ്പിന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഷേപ്പിന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്കിപ്പം ഈ കുന്തൻ സ്റ്റോൺസ് ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലൂ പെന്നെന്നോ എന്തെങ്കിലും, ഗ്ലൂ സ്റ്റിക്കോ ഗ്ലൂ പെന്നെന്നോ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എൻഡ്സിൽ ഇതുപോലെ ഗ്ലൂ കിട്ടും. ഇതൊരു പെയറായിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ ഗ്ലൂ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതിനായിട്ട് ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്ട് ഗം എന്ന് പറയുന്നത്, അതിന്റെ ഗ്ലൂ എന്ന് പറയുന്നത് B7000 ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. B7000 പല ഇതിന്റെ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ യൂസ് ചെയ്യണത് B7000 ആണ്. ഇത് നല്ല ഗ്ലൂ ആണ് കേട്ടോ, നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും, ഇളകി ഒന്നും പോകത്തില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഐപ്പിൻ, ഇങ്ങനെയുള്ള ഐറ്റം. ഇത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങൾക്ക് കമ്മൽ ഉണ്ടാക്കാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, മാല ഉണ്ടാക്കുമ്പോൾ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനാണ് മെയിൻ ആയിട്ട് ഈ ഐപ്പിൻ യൂസ് ചെയ്യുന്നത്. ഈ ഐപ്പിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കുന്തൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു ജ്വല്ലറി മേക്കിംഗ് ചെയ്തപ്പോൾ ഇതുപോലൊരു ഐറ്റമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പം ഇതിൻ്റെ ടോപ്പിൽ ഇത് കണ്ട, ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മാല ഇങ്ങനെ ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്തിടാനായിട്ടാ, കൊരുത്തിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ഇത് ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞാൻ ഇതേപോലെ തന്നെ ഗ്ലാസ് ഷീറ്റിൽ കുന്തൻ സ്റ്റോൺ ചെയിനും കൂടെ യൂസ് ചെയ്തിട്ട് അത് ഗം ചെയ്ത് അത് നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം അത് ഞാൻ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിലാണ് ഞാൻ ഈ ഒരു ഐപ്പിൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഐപ്പിൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബീഡ്സ് കിട്ടും. ഇതുപോലുള്ള ബീഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഹോൾസ് ഉണ്ട്. നിങ്ങൾക്ക് വെട്ടത്തിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇങ്ങനത്തെ സ്റ്റോൺസ് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഹോൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ചെയ്യാം, ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഗിയർ വയർ അതിനകത്തോട്ട് കൊരുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിനാണ് നമ്മൾ ഈ ഒരു ഐപ്പിന്റെ യൂസ് എന്ന് പറയുന്നത്, ഇങ്ങനെ കണക്ട് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഗിയർ വയർ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ചാംസ് ഒക്കെ കിട്ടുമെന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇതുപോലത്തെ ഒക്കെ ചാംസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് കൊരുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ചാംസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. കാണാൻ പറ്റുമോ? ഇതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വേറെ ഉണ്ട് ഇത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ബീഡ്സുകൾ, ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ മാല അല്ലെങ്കിൽ നമ്മളൊരു ലോക്കറ്റ് എലോൺ ആയിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയറിലിട്ട് നമ്മൾ മാല ഇടുന്നതിലും കാട്ടിലും ഇതുപോലത്തെ ഒക്കെ ബീഡ്സ് യൂസ് ചെയ്തിട്ടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ. അപ്പം പിന്നെ ഇങ്ങനത്തെ ഒക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഇങ്ങനത്തെ ടൈപ്പൊക്കെ ചാംസ് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ ഓൾറെഡി ഞാൻ ഓർഡർ ഇങ്ങനെ സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കാം, മാല ഉണ്ടാക്കാം. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇതൊന്നും നമുക്ക് അങ്ങനെ വേണമെന്നില്ല. അപ്പൊ ഞാൻ വേണമെന്നുള്ള ഐറ്റം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം ഉള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഒന്ന് പേനയെടുത്ത് നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പേനയെടുത്ത് നോട്ട് ചെയ്തോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിയർ വയർ മേടിക്കാം, ഗിയർ ലോക്ക്, പിന്നെ അതുപോലെ തന്നെ പ്ലെയേഴ്സ്. 3 ടൈപ്പ് പ്ലെയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് റൗണ്ട് നോസിന്റെ ഉണ്ട്, ഫ്ലാറ്റ് നോസിന്റെ പ്ലെയർ ഉണ്ട്, അതേപോലെ തന്നെ കട്ടിംഗ് പ്ലെയർ ഉണ്ട്. നിങ്ങൾക്ക് കട്ടിംഗ് പ്ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ത്രെഡ് കട്ടർ കിട്ടും, ആ കട്ടർ മേടിക്കാം. അപ്പം 3 എണ്ണമായി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജംപ് റിങ്സ് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അതിന്റെ ലോക്ക് പിന്നെ ഇതേപോലെ തന്നെ ഐപ്പിൻ വേണം. പിന്നെ ഗിയർ ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ടും വേണ്ടുന്നത് ഒരു ഗ്ലൂ സ്റ്റിക്ക് മേടിക്കുന്നത് നല്ലതാ. പിന്നെ B7000 അല്ലെങ്കിൽ ഇതുപോലത്തെ
ഗ്ലൂ നിങ്ങൾക്ക് മേടിക്കാം. B7000 അല്ല, 6000 ഉണ്ട്, 2000 ഉണ്ട്, 4000 ഉണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ മേടിക്കാം. പിന്നെ ചാംസ്, പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തുടങ്ങണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മാല ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് പോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരുമെന്ന് അറിയില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയാണ്. സോ ഇതാണ് എനിക്കറിയാവുന്ന, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് കിറ്റ്. ഞാൻ ഓരോന്നും ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് കേട്ടോ മേടിച്ചത്. സോ അപ്പൊ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കിറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് യൂസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കിറ്റ് മേടിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.